സോണിയാഗാന്ധിയും ഉണ്ണികൃഷ്ണൻ പോറ്റിന്റെ ഫോട്ടോഗ്രാഫിനെ അതിന്ന് ശ്രദ്ധ തിരിക്കാൻ കോൺഗ്രസിന്റെ ശ്രമം നടക്കില്ല. എത്രയോ കൊല്ലം കോൺഗ്രസ് ജനങ്ങളെ സാമാന്യ ബുദ്ധി ചാലഞ്ച് ചെയ്ത് ജനങ്ങളെ പൊട്ടന്മാരായി കണ്ട് എന്തും പറഞ്ഞ് ഏത് വാഗ്ദാനം കൊടുത്തിട്ട് മാൻഡേറ്റ് എടുക്കുന്നു, ജനങ്ങളുടെ വോട്ട് നേടുന്നു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ജനങ്ങൾക്ക് കിട്ടുന്നത് അഴിമതിയും വികസനമില്ലായ്മയും അപ്പീസ്മെന്റ് രാഷ്ട്രീയവും. ഈ ഇലക്ഷനിൽ തെലങ്കാന പോലെ കർണാടക പോലെ ജനങ്ങളെ വിഡ്ഢിയാക്കി നുണേന്റെ കൊട്ടാരം ഉണ്ടാക്കി നിങ്ങൾ ജയിക്കാൻ നോക്കരുത്. ഓരോരോ കാര്യങ്ങൾ വികസനത്തിനെ കുറിച്ചും VBG റാമിനെ കുറിച്ചും നിങ്ങളുടെ ട്രാക്ക് റെക്കോർഡിനെ കുറിച്ചും ഞങ്ങളുടെ ട്രാക്ക് റെക്കോർഡിനെ കുറിച്ചും ഞങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാണ്. ഡിബേറ്റ് ചെയ്യാൻ ധൈര്യം ഉണ്ടെങ്കിൽ ഡിബേറ്റ് ചെയ്യണം. എന്തിനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിനെ കാണുന്നത്? അല്ല, സോണിയാഗാന്ധിന്റെ കോൺസ്റ്റിറ്റ്യുവൻസിന്റെ ഒരു വോട്ടറാണ്, ഒരു ഫണ്ട് കളക്ടറാണ്. അതുകൊണ്ടല്ലേ പിന്നെ ആന്റണിയും ബെന്നി ബെനാനും അവരെ അടൂർ പ്രകാശ് കൊണ്ടുപോകുന്നത്. ഇതൊരു ചോദിക്കേണ്ട ചോദ്യമാണ്. ഈ ഇങ്ങനത്തെ ദല്ലാൽമാര് നമ്മളെ സിസ്റ്റമിൽ എങ്ങനെ കയറി, ആര് കയറ്റി? ഞങ്ങൾ ചോദിക്കും. അതിന്റെ ഉത്തരം CBI വഴി അല്ലെങ്കിൽ SIT വഴി അത് നമ്മൾ പുറത്ത് കൊണ്ടുവരണം. അതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഞങ്ങൾ ആരെയും രക്ഷിക്കാനൊന്നും പോകുന്നില്ല. ഞങ്ങൾ അങ്ങനെ രക്ഷിക്കാൻ താല്പര്യമില്ല. ഞങ്ങൾക്ക് സംരക്ഷിക്കേണ്ടത് അയ്യപ്പ ഭക്തന്മാരുടെ വിശ്വാസവും എല്ലാ മലയാളികളുടെ വിശ്വാസവും. അത് 2018 മുതൽ ഇന്ന് ചെയ്യുന്ന കാര്യമാണ്. K. സുരേന്ദ്രനായ പാർട്ടിയുടെ അധ്യക്ഷനായപ്പോൾ ചെയ്തു. അത് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നു. ഞങ്ങൾ ആരെയും സംരക്ഷിക്കില്ല. തെറ്റ് ചെയ്തവര് ജയിലിൽ പോകണം. പക്ഷേ ഞങ്ങൾ പറയുന്നത് എന്താ, തന്ത്രിനെ ജയിലിൽ അയക്കുമ്പോൾ മന്ത്രി എന്തുകൊണ്ട് വീട്ടിൽ കുത്തിയിരിക്കുന്നു? പിന്നെ തന്ത്രിന്റെ റിമാൻഡ് റിപ്പോർട്ട് ഒന്ന് വായിക്കൂ. അല്ല, നമ്മൾക്ക് എല്ലാവർക്കും സാമാന്യ ബുദ്ധിയില്ലേ, വായിക്കാൻ കഴിയില്ലേ? ആ റിപ്പോർട്ടിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? തന്ത്രി ഇൻഫോർം ചെയ്തില്ല, തന്ത്രി അവിടുത്തെ പൂജ ശരിക്ക് ചെയ്തില്ല. അല്ല, BNS-ലും ക്രിമിനൽ പീനൽ കോഡിലും ആചാരലംഘനം അങ്ങനെ ഉണ്ടെങ്കിൽ ആദ്യം പോകേണ്ടത് പിണറായി വിജയനല്ലേ? 2018 ആരാണ് ശബരിമലേന്റെ ട്രഡീഷൻസും കൾച്ചറെല്ലാം വയലേറ്റ് ചെയ്തത്? പിണറായി വിജയനല്ലേ? അപ്പോൾ അങ്ങനെ നിങ്ങളൊരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ FIR ഫയൽ ചെയ്യട്ടെ പിണറായി വിജയന്റെ എതിരെ 2018 ചെയ്ത കാര്യങ്ങളെ കുറിച്ച്.